നമ്മുടെ മന്ത്ലി ക്യാമ്പിന്റെ ലാസ്റ്റ് സെഷനിലേക്ക് കടക്കുകയാണ്. ഈ ഒരു സെഷൻ ഒരു ലളിതമായിട്ടുള്ളൊരു ചടങ്ങാണ്. ഈ ചടങ്ങിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത് ബാലരാമപുരം SNDP സാഹിബിലെ ഭാരവാഹികളെയും അംഗങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം ആലുവിള റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികളെയും അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെന്ററിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാൻ താല്പര്യപ്പെടുകയാണ്. ധ്യാനത്തിന്റെ പ്രചരണാർത്ഥം തുടങ്ങിയതാണ് മീറ്റ് ടു മീ ധ്യാന സെന്റർ. ആ ധ്യാനത്തിന്റെ പ്രചരണാർത്ഥം എല്ലാ മാസവും 4ാമത്തെ ശനിയാഴ്ച നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിന്റെ പ്രാക്ടിക്കൽ സെഷൻസ് ആണ് മീറ്റ് ടു മീ ധ്യാന സെന്ററിൽ നടത്തിവരുന്നത്. സാധാരണ നമ്മൾ ധ്യാനം എന്ന് കേൾക്കുമ്പോൾ ഒരു ദീപത്തെയോ ശ്വാസത്തെയോ ഒരു മൂർത്തിയെയോ ശ്രദ്ധിച്ച് ഇരിക്കുക, കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവിടെ വിവിധ രീതിയിലുള്ള ധ്യാന വിധികളാണ് ചുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആക്റ്റീവും പാസീവും എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ധ്യാനത്തെ പരിശീലിക്കുക എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഇൻവോൾവ്മെന്റോടുകൂടി നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി പരിശീലനം ചെയ്യുന്നവോ ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നതോ അതാണ് ധ്യാനം എന്നാണ് ഇവിടുത്തെ ധ്യാന വിധികളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെന്ററിന്റെ എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വർഷവും നവരാത്രി കാലങ്ങളിൽ നടത്തി വരുന്ന ബൊമ്മഗുരു മഹോത്സവം. ബൊമ്മഗുരു മഹോത്സവത്തെ ധ്യാന സെന്റർ കൊണ്ടാടുന്നത് ജ്ഞാനത്തിന്റെ ജ്ഞാനോത്സവമായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് ധ്യാന സാധകർക്ക് ലഭിക്കുന്ന ഒരു മഹാപുണ്യമാണ് ഒട്ടേറെ വിവിധ മേഖലകളിലുള്ള പണ്ഡിതന്മാരെയും ഗുരുതുല്യരായിട്ടുള്ള മഹത്തുക്കളെയും പരിചയപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത്. അവരെ ഈ നവരാത്രി ബൊമ്മഗുരു കാണാൻ വേണ്ടി ക്ഷണിക്കുകയും ഈ മഹാത്മാക്കൾ സമൂഹത്തിന് അവരുടെ ചിട്ടയായിട്ടുള്ള ജീവിതം ഒരു സേവനം എന്നുള്ള രീതിയിൽ സമർപ്പിച്ച് ജീവിക്കുന്നത് കൊണ്ട് ധ്യാന സെന്റർ അവരെ മാർഗബന്ധു പുരസ്കാരം നൽകി ആദരിക്കാറുണ്ട്. അങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ സാധകർക്ക് കൂടുതൽ മഹാത്മാക്കളെ പരിചയപ്പെടാനും അവരുടെ അറിവുകൾ സ്വീകരിക്കാനും ഉള്ള അവസരങ്ങളാണ് നമ്മൾ സാധകർക്ക് ധ്യാന സാധകർക്ക് നൽകുന്നത്. കാരണം ധ്യാനം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിക്ക് വിവിധ മാർഗങ്ങൾ ഉണ്ടെന്ന് പറയും. വിവിധ മാർഗങ്ങളിൽ കൂടി പോവുകയാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, സത്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വിവിധ മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന മഹാത്മാക്കളെയും ഗുരുതുല്യരെയും കാണുക എന്ന് പറയുന്നത് നമ്മൾ ധ്യാന സാധകർക്ക് ഒരു അസുലഭ അവസരമാണ്. ഈ ധ്യാന ശിബിരങ്ങൾ എല്ലാ മാസവും 4ാമത്തെ ശനിയാഴ്ച നടത്തുന്നതിന് പുറമെ
ധ്യാന സാധകരുടെ ആത്മീയ വളർച്ചയ്ക്കും ആന്തരിക നിരീക്ഷണത്തിനും ഉതകുന്ന രീതിയിലുള്ള ഗവേഷണാത്മകമായിട്ടുള്ള ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഔദ്യോഗിക രചിച്ചിട്ടുണ്ട്. അതിന്റെ സംശയ നിവാരണവും ഡെയിലി സാധന പോലെ കണ്ട് സംശയ നിവാരണം നടത്തി ആന്തരിക നിരീക്ഷണത്തിലൂടെ അവനവനെ തിരിച്ചറിയുക എന്നുള്ള ഒരു പ്രക്രിയയും ധ്യാന സെന്ററിൽ നടത്തി വരാറാണ്. ഡെയിലി സാധന, നിത്യസാധനയ്ക്ക്, ഉപാസനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ധ്യാനവിധികളും ധ്യാന ചര്യകളുമാണ് ഔദ്യോഗിക ധ്യാന സാധനക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. കേരളത്തില് മുഴുവനും എല്ലാ ജില്ലകളിൽ നിന്നും ധ്യാന ശിബിരത്തിൽ സാധകർ പങ്കെടുക്കാറുണ്ട്. പങ്കെടുക്കാൻ പറ്റാത്ത സാധകർ ഫോണിൽ വിളിച്ച് ഗുരുജിയുമായിട്ട് ഔദ്യോഗികമായിട്ട് സംശയങ്ങൾ നിവാരണം ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ധ്യാനത്തിന്റെ പ്രാക്ടിക്കൽ സെഷൻസ് എടുക്കാൻ വേണ്ടി വിളിക്കാറുണ്ട്. കോഴിക്കോട് നടന്ന യോഗ സെമിനാറിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ചെന്നൈയിലും ബംഗളൂരുവിലും കർണാടകയിലും എല്ലാം അദ്ദേഹത്തെ ധ്യാന ശിബിരങ്ങൾ നടത്താനായിട്ട് നിരന്തരം ക്ഷണം ലഭിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മൾ ധ്യാന സാധകർക്ക് അഭിമാനിക്കാവുന്ന ഒരു അസുലഭമായിട്ടുള്ള ഒരു നിമിഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഇതേ സമയത്താണ് അദ്ദേഹം ന്യൂസിലാൻഡില് അവിടുത്തെ ധ്യാന സാധകർക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ 100 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാന ക്ലാസ് എടുത്ത് അവിടെ ശ്രദ്ധേയനായി. അത് നമ്മൾ ധ്യാന സാധകർക്ക് മെഡിറ്റേഷൻ സെന്ററിലെ ധ്യാന സാധകർക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തം തന്നെയായിരുന്നു. അതുപോലെ തന്നെ മലേഷ്യയിലെ ഗുരുധർമ്മ പ്രചാര സഭയിലും അദ്ദേഹത്തെ ധ്യാന ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുകയുണ്ടായി. അവിടെയും വളരെ സ്വാഗതകരമായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ ധ്യാന ക്ലാസ്സുകളും അവിടുത്തെ ഭാരവാഹികളും എല്ലാം ഔദ്യോഗിക സ്വീകരിച്ചതും അതിനുശേഷം നടന്ന അനുമോദന ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തത്. തീർച്ചയായും ഈ ഓരോ മുഹൂർത്തങ്ങളും നമ്മൾ ധ്യാന സാധകർക്ക് മഹാപുണ്യമായിട്ട് നമുക്ക് അഭിമാനിക്കാവുന്നതായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുക. ഈ ധ്യാന പ്രചാരണത്തിലൂടെ ഔദ്യോഗിക നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശവും ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നതിനോടൊപ്പം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടി ജീവിക്കുന്നതിനോടൊപ്പം തന്നെ ആത്മീയ ജീവിതവും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള പ്രായോഗിക വശമാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് മെഡിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഔദ്യോഗിക സമൂഹത്തിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശവും മാതൃകയും. ഈ രീതിയിൽ 19 വർഷത്തിലേറെയായി നിശബ്ദമായിട്ട് മെഡിറ്റേഷൻ സെന്റർ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നു എന്ന് പറയുന്നതിന് നമ്മൾ സാധകർക്ക് അഭിമാനമുണ്ട്. ഔദ്യോഗിക കോടി പ്രണാമങ്ങൾ നമ്മൾ സാധകരുടെ ഭവനങ്ങളിൽ സമർപ്പിക്കുകയാണ്. മെഡിറ്റേഷൻ സെന്ററിന്റെ ഈ ബൃഹത്തായ പ്രവർത്തനങ്ങളുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ് മെഡിറ്റേഷൻ ചാനൽ നമ്മൾ തുടങ്ങിയത്. അതിൽ അശോകൻജിയുടെ സത്സംഗം എന്തുകൊണ്ടും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സത്സംഗമാണ് അശോകൻജി ആ മെഡിറ്റേഷൻ ചാനലിലൂടെ സാധുകളിലേക്ക് എത്തിച്ചത്. അശോകൻജിയെ കുറിച്ച് 2 വാക്കുകൾ പറയാതെ നമ്മുടെ കുടുംബാംഗമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര്
അശോകൻ അക്ഷരനാഥം എന്നാണ്. ഒരു വേറിട്ട ഒരു പേരിലുടമയാണ് അക്ഷരനാഥം, അശോകൻ അക്ഷരനാഥം. നമ്മൾ അതിശയപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഒരു പേരിന് കാരണം. അത് അദ്ദേഹം ജീവിച്ചു വന്ന ജീവിതാനുഭവങ്ങളും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കത് എന്തുകൊണ്ടും യോജിക്കുന്ന ഒരു നാമമാണ് അത് എന്നുള്ളത് നമുക്കറിയാം. അക്ഷരങ്ങൾ കൊണ്ട് നാദം തീർക്കുന്ന അശോകൻജി, അക്ഷരത്തെ അധികം ഏറ്റവും സ്നേഹിക്കുന്ന അശോകൻജിക്ക് അശോകൻ അക്ഷരനാഥം എന്നുള്ള പേര് എന്തുകൊണ്ടും പൂജനീയമാണ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഡിഗ്രി വിദ്യാഭ്യാസം ഹിസ്റ്ററി മെയിൻ ആയിട്ടാണ് നടത്തിയത്. ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജിലും ഹിന്ദി പ്രചാര സഭയിൽ നിന്നും രാഷ്ട്രഭാഷ പ്രവീണും സാഹിത്യാചാര്യ ബോർഡ്സ് പാസ്സായിട്ടുണ്ട്. പ്രയാഗ്രാജിലെ സാഹിത്യ സമ്മേളന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സാഹിത്യരത്നം പാസ്സായിട്ടുണ്ട് അദ്ദേഹം. അതിനോടൊപ്പം തന്നെ ഇഗ്നോയിൽ നിന്നും BEd ഹിസ്റ്ററിയിലും ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നേടിയിട്ടുണ്ട്. എറണാകുളത്തെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhDക്ക് രജിസ്റ്റർ ചെയ്തു. അതിന് മുന്നേ തന്നെ അദ്ദേഹം ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA ഹിന്ദി അതോടൊപ്പം MPhiലും നേടി. തുടർന്നാണ് അദ്ദേഹം എറണാകുളത്തെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhDക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ഗവേഷണ മനോഭാവം അല്ലെങ്കിൽ ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ മനോഭാവം തുടക്കം മുതലേ അദ്ദേഹം പഠിക്കുന്ന കാലം മുതലേ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഉദ്യമത്തിന് തയ്യാറായത്. കണ്ണശ രാമായണവും രാമചരിതമാനസവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം. ഏത് വിഷയം എടുത്താലും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമുള്ള കാര്യമാണ്. ഈ ഒരു ഉദ്യമത്തിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ പരക്കെയുള്ള വായനാശീലമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വായന അറിവ് നമ്മളിലേക്ക് പകർത്തി തരികയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊക്കെ ഒരു പുസ്തകം എടുക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകാറുണ്ട്. എന്നാൽ അദ്ദേഹം പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ ഉറക്കം അദ്ദേഹത്തിന് ഓടി ഒഴിക്കുക പതിവാണ്. ആ ഒരു ശീലം, ആ പരക്കെയുള്ള വായനയാണ് അദ്ദേഹത്തെ ഇത്രയധികം അറിവ് ഭൗതിക തലത്തിലായിരുന്നാലും ആത്മീയ തലത്തിലായിരുന്നാലും നേടുവാൻ സഹായിച്ചത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഇത് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ സാധിക്കുന്നത് നമ്മൾ എല്ലാവരും മാതൃകയായിട്ട് കാണുന്ന APJ അബ്ദുൽ കലാം നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരു യുദ്ധമാണ്. അതിലുപരി ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഹൃദയബന്ധമാണ് പോകുന്നത്. ഇത്രയും അറിവുള്ള മഹാപണ്ഡിതൻ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയുള്ള പണ്ഡിതന്റെ അടുത്ത് പോകാൻ ശരിക്കും നമ്മൾ പേടിക്കാറില്ല. എന്ത് പറയും, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. എന്നാൽ APJ അബ്ദുൽ കലാം സാറിനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുട്ടികളോടൊത്ത് എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകാനും ആ അറിവിന്റെ ഒരു ഹങ്കാരമോ ഒന്നും ഭാവമോ പ്രകടിപ്പിക്കാതെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അശോകൻജിയെ കാണുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ ഒരു മഹാത്മാവിനെയാണ്, ആ തത്തുല്യമായിട്ടുള്ള മഹാത്മാവിനെയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ മനസ്സിൽ ഓടി വരുന്നു. ആ ഒരു ഹൃദയബന്ധം നമുക്ക് പെട്ടെന്ന് സ്ഥാപിക്കാൻ സാധിക്കും. കൂടുതൽ അടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ അറിവുകളെ കുറിച്ച് നമുക്ക് തന്നെ ബോധ്യപ്പെടും. കാരണം ഇത്രയേറെ അറിവുള്ള ഒരു മഹാത്മാവ് എങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തികച്ചും മാതൃകയാക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് അദ്ദേഹം മെഡിറ്റേഷൻ ചാനലിൽ നടത്തിയ ഓരോ സത്സംഗങ്ങളും.
അദ്ദേഹത്തിന്റെ സത്സംഗങ്ങൾ വേദ സംസ്കൃതി, അദ്വൈത ദർശനം, രാമായണ ഒരു പഠനം, നവരാത്രി കാലങ്ങളിൽ നടത്തിയ നവരാത്രിയെക്കുറിച്ചും നവദുർഗയെക്കുറിച്ചും ഉള്ള സത്സംഗം, എന്താണ് നവരാത്രി എന്നും എന്താണ് നവദുർഗാ സങ്കല്പം എന്നും എല്ലാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ ഗുരുപദം എന്നുള്ള പരമ്പരയാണ്, സത്സംഗ പരമ്പരയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായി പോകും. അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് തന്നെ പറഞ്ഞു. ഗുരുപദത്തെ കുറിച്ച് പറയാതെ, ഗുരുപദം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഗുരുദേവന്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള സംഭവ വികാസങ്ങളും ഗുരുദേവന്റെ ദീർഘവീക്ഷണം ഇപ്പോഴത്തെ കാലഘട്ടത്ത് എങ്ങനെ പ്രായോഗികമായിട്ട് കൊണ്ടുവരാം, അതിന്റെ ആ ദീർഘവീക്ഷണത്തിന്റെ ആഴം നമ്മളിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ സത്സംഗം തുടങ്ങിയത്. മീറ്റിംഗ് മെഡിറ്റേഷൻ സെന്ററിൽ വെച്ചായിരുന്നു നമ്മൾ സത്സംഗം പ്ലാൻ ചെയ്തത്. എന്നാൽ അന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ചുറ്റുപാടുമുള്ള ആരാധനാലയങ്ങളിൽ അവരുടേതായിട്ടുള്ള ആരാധന സമ്പ്രദായങ്ങൾ നടക്കുന്നത് കൊണ്ട് സത്സംഗത്തിലെ തടസ്സം വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ബിനു പുലരി, ഉച്ചക്കടയുള്ള ബിനു പുലരി അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അദ്ദേഹം വിമൻസ് കോളേജിന്റെ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് നമ്മൾ ആ സത്സംഗം നടത്തിയത്. ആ സത്സംഗം തുടർന്നു കൊണ്ടേ പോയപ്പോ ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സത്സംഗമാണ്. അശോകൻജി രാവിലെ തുടങ്ങിയ സത്സംഗം ഉച്ചയായിട്ട് തീർന്നില്ല. ഒരു ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കൂറോളം അത് നീണ്ടു നിൽക്കും. ആ സത്സംഗത്തിന്റെ സമയം ദൈർഘ്യം എന്ന് പറയുന്നത്. ആ 4 മണിക്കൂർ നീണ്ടുന്ന സത്സംഗത്തിലും അശോകൻജി ഉദ്ദേശിച്ച ആ ഒരു പൂർണ്ണത അവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അദ്ദേഹം ഗുരുദേവന്റെ ജനനം മുതൽ മഹാസമാധി വരെയാണ് ഒറ്റ എപ്പിസോഡിൽ പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഗുരുദേവൻ മരുത്വ മലയിൽ ചെന്നെത്തി അവിടെ ധ്യാനമനുഷ്ഠിച്ച് തിരിച്ച് അരുവിപ്പുറത്ത് എത്തുന്നത് വരെ നമുക്ക് അവിടെ പൂർത്തിയാകാൻ സാധിച്ചുള്ളൂ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വിഷമം വന്നു. ഔദ്യോഗിക പറഞ്ഞു, അത് വിഷമിക്കണ്ട, നമ്മള് എപ്പിസോഡുകളുടെ എണ്ണമോ മണിക്കൂറുകളോ ഒന്നും നോക്കണ്ട, അങ്ങത് തുടർന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ലക്ഷ്യം ഗുരുദേവന്റെ ഇച്ഛയാണ് അത് എന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. നമ്മൾ അവിടെ നിന്ന് തിരിച്ച് സെന്ററിലേക്ക് വരാൻ നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഔദ്യോഗിക പറയുന്നത്, നമുക്ക് എന്തായാലും അരുവിപ്പുറത്ത് ഗുരുദേവന്റെ ഇതുവരെയുള്ള സത്സംഗത്തിൽ അരുവിപ്പുറത്ത് എത്തിയതാണല്ലോ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അരുവിപ്പുറത്ത് പോകാം എന്ന് പറഞ്ഞു നമ്മൾ അരുവിപ്പുറത്തേക്ക് യാത്ര ഇരിക്കും. നല്ല മഴ, അരുവിപ്പുറത്തേക്ക് നല്ല മഴ. അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അതിലെ ആ ആശ്രമത്തിലേക്ക് കയറ്റുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. അവിടെ ചെന്ന് ശങ്കരൻ കുഴിയും ഗുരുദേവൻ തപസ് ചെയ്യുന്ന ഗുഹയും ശിവപ്രതിഷ്ഠ നടത്തിയ അമ്പലവും ഭൈരവസ്വാമിയുടെ സമാധി ക്ഷേത്രവും ഇതെല്ലാം കാണുന്നതിനോടൊപ്പം അവിടെ ഇരുന്ന ഒരു ചെറു സത്സംഗവും നമ്മൾ നടത്തുകയുണ്ടായി. ഗുരുദേവന്റെ ആ കാഴ്ചപ്പാടുകളെ കുറിച്ചെല്ലാം നമ്മൾ സത്സംഗം നടത്തുകയുണ്ടായി. അതിനുശേഷം നമുക്ക് അവിടെ നിന്നപ്പോ യാദൃശ്ചികമായിട്ട് അവിടുത്തെ സെക്രട്ടറി ആയിട്ടുള്ള സ്വാമി സാന്ദ്രാനന്ദജിയെ പരിചയപ്പെടാനും അദ്ദേഹം നമ്മുടെ ഈ ഉദ്യമത്തിന് വളരെയധികം പിന്തുണ നൽകുകയും അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം നമ്മൾ ഗുരുകുലത്തിന്റെ സത്സംഗത്തിനായിട്ട് നൽകുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഗുരുപദം എന്നുള്ള വാക്കും ആ ഒരു ടൈറ്റിലും സത്സംഗത്തിന്റെ ടൈറ്റിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മളെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ നൽകുകയുണ്ട്. അപ്പം ഇങ്ങനെ ഗുരുദേവന്റെ ഈ ഒരു ആഴത്തിലുള്ള അറിവുകൾ അദ്ദേഹത്തിന് നമ്മളോട് പങ്കുവയ്ക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് ഗുരുദേവനോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും ബഹുമാനവും ഒന്നുകൊണ്ട് തന്നെയാണെന്നുള്ളത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്.
ഈ ഒരു സത്സംഗത്തിൽ ആ സത്സംഗത്തിന്റെ മഹത്വം ഇത് കണ്ടവർക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും? അതിലുപരി അദ്ദേഹത്തോടൊപ്പം ഒരു അവതാരകന്റെ രൂപത്തിൽ ഈ ഒരു 9 എപ്പിസോഡും കൂടെ നിന്ന് ഈ ഒരു സത്സംഗത്തിന്റെ ആ ഒരു അനുഭവം പകർന്ന് കിട്ടാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എനിക്ക് അദ്ദേഹത്തോട് നിർത്താൻ തീരാത്ത കടപ്പാടുണ്ട്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് അതിന്റെ പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി ത്യാഗങ്ങൾ സഹിച്ച് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി നൽകിയതിന് നമ്മൾക്ക് വേണ്ടി നൽകിയതിന് ഈ ഒരു അവസരം നൽകിയതിന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിക്കുകയാണ്. കൂടാതെ ഇതിന് സപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ അക്ഷയ് അശോക് ഈ ഒരു സത്സംഗത്തിൽ ഒരു ഗാനാലാപനം നടത്തിയിട്ടുണ്ട്. ഈ ഒരു മഹത്തായ ഒരു സന്ദർഭത്തിൽ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിച്ചത്, നമ്മൾ എല്ലാവർക്കും സാധിച്ചത് ഒരു പുണ്യമായിട്ട് കരുതുകയാണ്. നമുക്ക് ഈ ഒരു ലളിതമായിട്ടുള്ള ചടങ്ങിലേക്ക് കടക്കാം. അശോകൻജിക്ക് ആദരം അർപ്പിക്കാനായിട്ട് SNDP സെക്രട്ടറി ഹരീന്ദ്രനാഥ് സാറിനെ ക്ഷണിക്കുകയാണ്. റെസിഡൻസിലെ ഗിരിജാകുമാരിജിയെ മീ ടു മീ മെഡിറ്റേഷൻ സെന്ററിന്റെ അശോകൻ സാറിനെ ആദരിക്കൽ ചടങ്ങിൽ പാലരാമപുരം 825 നമ്പർ ശാഖയിലെ എല്ലാ അംഗങ്ങളെയും ക്ഷണിച്ചതിൽ ഞാൻ വളരെയധികം എല്ലാവർക്കും വേണ്ടി ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു. അശോകൻജിയുടെ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് വഴി സ്ഥിരം കാണുന്ന ഒരാളാണ്. ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ അവധൂത് ജിയുടെ അച്ഛനും ഞാനുമാണ് പണ്ട് മുതലേ പല പ്രാവശ്യം ഒരുമിച്ച് കിടക്കുകയും പലയിടം പോവുകയും അന്ന് എൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ വിചാരിക്കുന്ന ഒരാളല്ല, അവൻ്റെ ലെവൽ വേറെയാണെന്ന് എൻ്റെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും ഈ പല സ്ഥലങ്ങളിലും പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം എൻ്റെ ഇത് പറയാറുണ്ടെന്ന്. കക്ഷി എവിടെയുണ്ടോ അവിടെയെല്ലാം ഞാനും പോകുന്നത് പതിവുണ്ടായിരുന്നു. ഈ പരിപാടിയിൽ എന്നെ നമ്മുടെ അംഗങ്ങളെയും ഉൾപ്പെടുത്തിയതിൽ എല്ലാവരെയും സന്തോഷത്തോടുകൂടി എൻ്റെ വാക്ക് നിർത്തും. മീറ്റ് മീ പ്രോഗ്രാമിലേക്ക് ഞങ്ങള് റെസിഡൻസ് അസോസിയേഷൻ, അതായത് ഈ വീടിന് സമീപത്തിരിക്കുന്ന ഞങ്ങളെ ക്ഷണിച്ചതിൽ ഈ അസോസിയേഷനിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്നുള്ള ഒരു സ്ഥാനം കിട്ടിയതോടുകൂടി ഞാൻ ഇവിടെ അങ്ങ് ഷൈൻ ചെയ്യുകയാണെന്നാണ് എൻ്റെ തോന്നല്. ഇതുവരെ ലഭിക്കാത്ത പല അവസരങ്ങളും എനിക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരാൻ നേരത്തെ കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ ഞാൻ ഇവിടെ അവധൂതിയുടെ ഈ സ്ഥാപനത്തിൽ വന്നു തുടങ്ങിയിട്ട്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഒരു ദുഃഖപുത്രിയായിട്ട് കുറച്ച് സ്കൂൾ ജീവിതമായിട്ട് ഒതുങ്ങി കഴിയുകയായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് ഇത് കണ്ടതോടുകൂടി ഇവിടുത്തെ ഒരു വലിയ ഭക്തയായി തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞാൻ എല്ലാ സത്സംഗത്തിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. കൊച്ചുമക്കളെ നോക്കണം. ഇപ്പൊ ഈ സാറിന്റെ അശോകൻ സാറിന്റെ ഒരു CD ഞങ്ങളെ അമ്പലത്തില് മാളോട്ട് ക്ഷേത്രത്തില് ഇടുന്നത് ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് സാറിനെ ഒരിക്കലും ഞാൻ മറക്കൂല. സാറിനെയും കൊച്ചുമോന്റെ പാട്ടും അതുപോലെ ഇവിടുത്തെ പിള്ളേരുടെ പാട്ടൊക്കെ ഉൾപ്പെടുത്തിയതാണ്. അതാണ് അശോകൻജിയെ കുറിച്ച് എനിക്ക് ഉള്ള വിവരം. എനിക്ക് ഇവിടെ വന്ന് കേട്ടപ്പോ ഇത്രയും മഹത് വ്യക്തിയാണല്ലോ അശോകൻജി എന്ന് അറിഞ്ഞപ്പോ ഞാൻ ആ സാറിന്റെയും ഒരു ആരാധികയായി മാറിയിട്ടുണ്ട്. വയസ്സുകാലത്ത് ഞാൻ ഈ പെൻഷൻ പറ്റി റിട്ടയർഡ് ലൈഫ് നയിക്കുമ്പോ തന്നെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന് എൻ്റെ റെസിഡൻസ് അസോസിയേഷനും അതുപോലെ ഇവിടുത്തെ SNDP അംഗങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ അവസരം ഒരുക്കി തന്ന ഔദ്യോഗിക്കും കുടുംബത്തിനും അതുപോലെ മറ്റു പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് സ്വാമി ഹരിപ്രിയാജി നമ്മുടെ വീട്ടിൽ മെഡിറ്റേഷൻ സെന്ററിലെ മുതിർന്ന ഒരു ജ്ഞാന സാധകയാണ്, കെമിസ്ട്രി പ്രൊഫസറാണ്. ആമയെ ഉപഹാരം നൽകുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. Atma Pranamam to Avdut Guruji, to Ashokanji and family members, and the secretary of Baldampuram SNDP Yogam and members also of that Yogam, and the president of Alina Residents Association, Girija Kumari, and also my Atma Pranamam to all the co-sadhaks here. We have gathered here to honor Ashokji for his contribution in enhancing our knowledge of spiritual texts, spiritual literature, life of gurus, and also of goddesses Navadurga. And this has really enhanced our spiritual sort of development. It has increased. പല കാര്യങ്ങൾ നമുക്ക് ഈ പ്രാക്ടിക്കൽ വശമാണ് ഗുരുവിൻ്റെ കൂടെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മറ്റേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ സാറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പലതും മനസ്സിലാക്കി. ഗുരുദേവന്റെ ലൈഫ് എസ്പെഷ്യലി, ആൻഡ് ഇൻ ദിസ് ഒക്കേഷൻ I use this opportunity on this occasion to thank Avdut Guruji and Baluji for making the facilities to present these talks. About 19 talks we had, satsangs we had from Ashokji, and that was really valuable for us. Then coming to the nature of that satsang, if you notice that satsang ketavaranenge adu manasilakan pattu, there was intense focused research work and effort put in producing those talks. അതായത് വളരെ ഡെഡിക്കേറ്റഡ്, ഈസ് റിയലി എ റിസർച്ച് സ്കോളർ. അത് ആരും അംഗീകരിക്കണം എന്നൊന്നുമില്ല ഒരു യൂണിവേഴ്സിറ്റി, ബട്ട് ഇറ്റ്സ് ജനറലി ദ നേച്ചർ ഓഫ് ദ ടോക്ക്, ദ നേച്ചർ ഓഫ് കൺവേയിങ് മാറ്റേഴ്സ്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു റിസർച്ച് സ്കോളർ തന്നെയാണ്. ആൻഡ് എ വെരി സിമ്പിൾ പേഴ്സൺ, ആൻഡ് ഇൻ സിംപ്ലിസിറ്റി ദർ ഇസ് ഓൾസോ ബ്യൂട്ടി. ലുക്കിംഗ് ആഫ്റ്റർ ദ ആ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ടോക്സ് എടുത്ത് നോക്കുമ്പം if you notice that there is a lot of what you call that introspection done.
കാരണം ഇത് ഈ ടോക്ക് എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് ദ വാട്ട് യു കോൾ ദാറ്റ് ഓൾ ദീസ് മാറ്റേഴ്സ് പറഞ്ഞായിരുന്നല്ലോ. രാമായണം, പിന്നെ ഗുരുദേവന്റെ ലൈഫ് ഹിസ്റ്ററി, പിന്നെ നവദുർഗ. ഇപ്പൊ ഇതെല്ലാം ഓൾ ദീസ് റെലവെന്റ് ടോപ്പിക്സിനെ കുറിച്ച് ഭയങ്കര ഗവേഷണം നടത്തിയിട്ടാണ് നമുക്കിത് തരുന്നത്. അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് ഇതെങ്ങനെയാ കിട്ടിയതെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആവിഡ് റീഡർ ആണെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ വരുമ്പം ഇറ്റ് ഈസ് ദിസ് വാട്ട് എവർ ഹി ഹാസ് ലേൺഡ് ത്രൂ ഹിയറിംഗ്, സീയിങ്, റീഡിങ് ആൻഡ് എക്സ്പീരിയൻസിങ് ഇൻ ലൈഫ്, അതെല്ലാം അതിൽ നിന്നാണ് ഡ്രോ ചെയ്ത് ആ ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് അത് മനനം ചെയ്ത് ഇൻട്രോസ്പെക്ഷൻ, പിന്നെ ഡീപ്പ് ഇൻട്രോസ്പെക്ഷനും ചെയ്തിട്ടാണ് ആ രൂപം ആ ടോക്കിന് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ആത്മപരിശോധനം ചെയ്തത് വളരെ ഡീപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും. അത് ഭൗതികതയിലും ആത്മീയതയിലും രണ്ടു വശത്തും ഉള്ളതാണ്, രണ്ട് മണ്ഡലത്തിലും ഉള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ അശോകൻ സാറിന്റെ ആ എന്താ പറയാ ദാറ്റ് ലെവൽ ഓഫ് അവയർനെസ്, അവബോധം വളരെ ഹൈ ആണ്. അത് ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ്. കാരണം സ്പിരിച്വാലിറ്റിയും അതുപോലെ തന്നെ ഒരു റിസർച്ച് വർക്ക് പോലെ ഓരോരുത്തരും അവനവന്റെ പിന്നെ സ്ട്രക്ചർ, മെന്റൽ ഫ്രെയിം വർക്കും മറ്റേതൊക്കെ എന്താണോ അതനുസരിച്ച് ഗവേഷണം നടത്തി മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഒരു മാർഗബന്ധു പോലെ തന്നെയാണ് Ashok ji. So, therefore, on behalf of all of us co-sadhaks, I wish Ashok ji, success in future endeavors of delivering beautiful satsangs to the spiritual lot. And ഞങ്ങള് തീർച്ചയായിട്ടും ആ ഗുരുപദം പിന്നെ സീരീസ് ഓഫ് ടോക്സ് ഞങ്ങൾ വളരെയേറെ ആഗ്രഹിക്കുന്നു. അതിന്റെ കണ്ടിന്യൂറ്റി ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു. സാർ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ആദരണീയ ഗുരുജി, നമ്മുടെ ഇന്നത്തെ ശ്രേഷ്ഠ വ്യക്തിത്വം വിശിഷ്ടാത്മീയമായ ശ്രീ അശോകൻ ജി, മറ്റ് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും നമസ്കാരം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ശ്രീ അശോകൻ ജിയെ ആശംസിക്കുക എന്നതാണ്. അശോകൻ ജിയെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ് മീ മെഡിറ്റേഷൻ ചാനലിൽ കൂടി. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഏകദേശം 20-ൽ കൂടുതൽ പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തി. അതായത് രാമായണത്തെ കുറിച്ചും അതുപോലെ തന്നെ ഗുരുപദം ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം, പിന്നെ നവദുർഗയെ കുറിച്ചുള്ള 9 പ്രഭാഷണങ്ങൾ. അപ്പോൾ ആ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തില് ഉണ്ടായിരിക്കുന്ന ആ ഒരു സാധകന്റെ, അതായത് വളരെ ശൈശവം മുതൽ ഒരു സാധകനിൽ നമ്മുടെ രുചി എന്തെല്ലാം ഗുണങ്ങളാണോ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിത്യേന നടത്തുന്ന പഠനങ്ങൾ, നമ്മൾക്ക് വരുന്ന ടീച്ചിങ്സ്, അതെല്ലാം എത്രമാത്രം ഇൻബിൽട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അശോകൻ ജി എന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിലാകുന്നത്. അതായത് ശ്രദ്ധാഭക്തി ജ്ഞാനം, നിരന്തരമായിട്ടുള്ള പഠനവും അതിനെ തീവ്രമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധവും ഡെഡിക്കേഷനും അതുമൂലം ഉണ്ടാകുന്ന ശ്രദ്ധ, പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യം, ആ ഒരു സ്നേഹത്തോടെ പ്രണയത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഭക്തി, അങ്ങനെയാണ് യഥാർത്ഥ ഭക്തി ഉണ്ടാവുക. അതുപോലെ ജ്ഞാനം,
ജ്ഞാനം പകർന്നു തരുമ്പോൾ ഒരു വ്യക്തിയിൽ നമ്മൾ കാണുമ്പോഴാണ് അത് നമ്മളിൽ ഉണ്ടാകണമല്ലോ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ശ്രദ്ധ, ഭക്തി, ജ്ഞാനം ഈ 3 കാര്യങ്ങളുമാണ് ഒരാളെ ബോധ തലത്തിലേക്ക് ഉയർത്തുന്നത്. ബുദ്ധി സദാ നമ്മളിലുള്ള ആ ഒരു ലിമിറ്റഡ് കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്ത് അൺലിമിറ്റഡ് കോൺഷ്യസ്നോട്ട് നമ്മളെ എത്തിക്കാനായിട്ടുള്ള പഠനങ്ങൾ, അതിന്റെ ഒരു ഉദാഹരണമാണ് അശോകൻജി. അതുപോലെ ശ്രദ്ധാവാൻ, ലഭ്യനാൻ, അദ്ദേഹത്തിന്റെ എല്ലാ ക്വാളിറ്റീസും നമ്മൾ ഒരു ഭഗവത്ഗീതയില് കർമ്മയോഗത്തിൽ ഒരു കർമ്മയോഗി എങ്ങനെയാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള പടവുകളിലേക്ക് എത്തുക എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണം നമ്മളെ സാധകർക്ക് ഒരു മാർഗബന്ധമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ കേൾക്കുന്നതിൽ കൂടി അദ്ദേഹത്തിനെ എങ്ങനെ ഇത്രയും ഒരു ബോധ തലത്തിലോട്ട് ഒരാൾക്ക് എത്തുക എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവിന്റെ സമയത്താണ് അദ്ദേഹത്തിന്റെ ഫാമിലിയോട് കൂടി കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ടോക്സിൽ ഒരു കൺവിക്ഷൻ ഉണ്ട്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരു ഓതന്റിസിറ്റി ഉണ്ട്. അത്രമാത്രം പഠനം നടത്തിയാണ് അദ്ദേഹം ഒരു ടോക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എത്ര ലാളിത്യമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ 3 മിടുക്കരായ മക്കൾ, ലാളിത്യത്തിന്റെ ഉദാഹരണമായ അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പോൾ ഇവിടെ 5 പേരെ കണ്ടപ്പോൾ തന്നെ നമ്മളൊരു ഫാമിലി ലൈഫിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് നമ്മൾക്ക് നിന്ന് ആധ്യാത്മികതയിൽ നിൽക്കാം എന്നുള്ളതും അതെല്ലാം ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ആശംസ അറിയിക്കുകയാണ്. മാത്രമല്ല ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ വ്യക്തികൾക്കും ആശംസകൾ. ഹരിയോം. ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നും സ്പന്ദമാകണം അന്നവസ്ത്രാതി മുട്ടാതി തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയുന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാ. നീ
ഇന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായോജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും. വേറല്ല ഓതുമൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങോ. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ. ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ. ദയാ സിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാ ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. मेरी भवमाता करो राधा नागरी सोई, जात तनी की छाई बने श्याम हरिदुरी होई. പരമ പൂജനീയനായ അബ്ദുൽ ഗുരുപ്രസാദ് ജി ആലുവ റെസിഡൻസി കേരളക്കരയ്ക്കാകെ മാതൃകയാക്കിക്കൊണ്ട് ഒരു വനിതയെ അധ്യക്ഷയാക്കി. ആ വനിത ഗിരിജാകുമാരിയമ്മ. SNDP ബാലരാമപുരം SNDP ശാഖയുടെ സെക്രട്ടറി ഹരീന്ദ്രൻ ചേത്ത്, വൈസ് പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് വിനുകുമാർ, മറ്റൊരു അംഗം കുമാരന്, എന്റെ കൊച്ചിച്ചനും ആലുവ റെസിഡൻസിയുടെ സെക്രട്ടറിയുമായ പിന്നെ എന്റെ സുഹൃത്ത് മംഗളൻ രവിയന്നെ. ഞാൻ ആകെ ഒരു ബുദ്ധിമുട്ടിലാണ്. എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വരുമ്പോ പ്രതീക്ഷിച്ചത് ഒരു ഗഹനമായ വിഷയത്തിൽ സംസാരിക്കണം. ഇവിടുത്തെ ഭക്തര് മാത്രമേ ഉണ്ടാകൂ. ആ ധൈര്യത്തിലാണ് വന്നത്. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ശാരികയെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, ശാരികയല്ലേ, അതവിടെ ഇരുന്നിട്ട് പോട്ടെ, എനിക്കെന്താ. പിന്നെ കണ്ണടച്ചും പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണു തുറന്നപ്പോ എന്റെ സഹധർമ്മിണിയും മക്കളും അടുത്തുണ്ട്. ഗുരുപ്രസാദ് ജി ഓടിക്കൊണ്ടുവന്ന് എന്നോട് ചോദിക്കുന്നു, SNDPയുടെ ആ മുതിർന്ന വ്യക്തി ആരാണ്? എനിക്ക് എന്താണ് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. SNDP ശാഖാംഗങ്ങളെ വിളിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ആകെ പരിഭ്രമത്തിലായി. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോ സെക്രട്ടറി ഇരിക്കുന്നു, വൈസ് പ്രസിഡന്റ് ഇരിക്കുന്നു, കുമാരണ്ണൻ ഇരിക്കുന്നു, ഇപ്പുറത്ത് നോക്കിയപ്പോ കൊച്ചിച്ചൻ ഇരിക്കുന്നു. എന്റെ നാട്ടുകാരെല്ലാം ഉണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എന്റെ നാട്ടുകാർ അറിയരുത്. അതാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല ഒരു വഴി. കാരണം നാളെ എനിക്കൊരു കൈലി കൊടുത്ത്
ഒരു അഴുക്ക കയ്യിൽ കൊടുത്തിട്ട് ആ ആലുവലയിലോട്ട് വരാൻ പറ്റില്ല. കാരണം ഇതെങ്ങനെ ഇയാളെങ്ങനെ ഇവിടെ വന്ന ഈ അഴുക്ക മോശ കയ്യിൽ കൊടുത്തിട്ട്, അതാ എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിവിടെ വന്നിരുന്നപ്പോ ഒരു ഗഹനമായ വിഷയത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കൃഷ്ണഭക്തിയിൽ ആണ്ടുപോയി. അപ്പൊ ഒരു കഥയിൽ തുടങ്ങാം. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ നമ്മുടെ നാരദ മഹർഷി മഹാവിഷ്ണുവിനോട് പോയി ചോദിച്ചു, അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ ആരാണ്? നാരദൻ പ്രതീക്ഷിച്ച ഒരു ഉത്തരവുണ്ട്, അത് നീ തന്നെ ആയിരിക്കും. അപ്പോ മഹാവിഷ്ണു പറഞ്ഞു, ഭൂമിയിലെ ഒരു കർഷകനാണ്. നാരദൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അയാളെ നിരീക്ഷിക്കും. ആയിക്കോട്ടെ, അയാളെ നിരീക്ഷിക്കാൻ വന്നു. രാവിലെ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് കൃഷിക്ക് പോകുന്നു. ഉച്ചയ്ക്ക് വന്ന് ആഹാരം കഴിച്ചിട്ട് ഭഗവാനെ എന്ന് വിളിക്കുന്നു. രാത്രി കിടക്കാൻ നേരത്ത് ഭഗവാനെ എന്ന് വിളിക്കുന്നു. എത്ര തന്നെ? ഇതാണോ മഹാവിഷ്ണുവിന്റെ ഭക്തൻ? ഇദ്ദേഹം തിരിച്ചു മഹാവിഷ്ണുവിനോട് കാര്യം ചോദിക്കാനായിട്ട് പോയി. ഇന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നാരദരെ, കുറച്ച് എണ്ണ ഇവിടെ ഇരിപ്പുണ്ട്, ഇത് കുട നിറച്ചു വരികയാണ്. ഇത് ഒരു തുള്ളി പോലും തുളുമ്പാതെ ഒരു റൗണ്ട് ചെയ്തിട്ട് വരണം, ഒന്ന് ലോകം ചുറ്റിയിട്ട് വരണം. ഓ, ഇതാണോ? ഇത് നിസ്സാര കാര്യമാണല്ലോ. ഇദ്ദേഹം വളരെ ശ്രദ്ധിച്ച് ആ എണ്ണയിൽ പാത്രവുമായിട്ട് പോയി ലോകം ചുറ്റിയിട്ട് മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഒരു തുള്ളി പോലും കളഞ്ഞില്ല എന്ന ഗൗരവത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി അവിടെ വന്നപ്പോഴത്തേക്കും വിഷ്ണു ഭഗവാൻ ഒരു ചോദ്യം ചോദിച്ചു, നീ എത്ര പ്രാവശ്യം എന്റെ പേര് പറഞ്ഞു? നാരദർക്ക് മനസ്സിലായി. ലജ്ജയോടെ പറഞ്ഞു, ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല. എന്നാൽ ആ കർഷകൻ നിന്നെ ഏൽപ്പിച്ച ഒരു ജോലി പോലെ ആ കർഷകനെ കൃഷി ഏൽപ്പിച്ചിട്ടുണ്ട്. അയാൾ ആ കൃഷി ചെയ്യുന്നതിനോടൊപ്പം എന്റെ പേരും പറയുന്നു. അതുകൊണ്ടാണ് അയാൾ എന്റെ ഭക്തനായത്. ഇത് നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ്. അതേ അനുഭവം ഇവിടെ ഉണ്ടായി. അവധൂതജി ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾ മ്യൂസിക് കേൾക്കുക, മ്യൂസിക് കേട്ട് പകുതി കണ്ണടച്ച് നടക്കുക, പരസ്പരം മുട്ടരുത്. അതുവരെയുള്ള കാര്യമില്ല എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ വന്നപ്പോഴത്തേക്കും നടക്കുന്ന കാര്യം മുട്ടാതെ നടക്കണമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണം. ഞാൻ നടക്കുന്ന കാര്യം ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മ്യൂസിക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ മ്യൂസിക് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഇവിടുത്തെ ഭക്തശിരോമണികളെ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത്. നിങ്ങളെല്ലാം ശ്രേഷ്ഠർ തന്നെയാണ്. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നപ്പോ തന്നെ കൃഷ്ണഭക്തിയാണ്, കൃഷ്ണനിലേക്ക് ഞാൻ ലയിച്ചു ചേർന്നു. ഇപ്പൊ കൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള ഒരു ജീവാമൃതമാണ്. ആ ജീവാമൃതം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ചെറിയ ഒന്ന് രണ്ട്, ഞാൻ പേരെടുത്ത് പറയാതെ, മതങ്ങളെ സൂചിപ്പിക്കാതെ, ഒന്ന് രണ്ട് പ്രവാചകന്മാരെ കുറിച്ച് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ ജീവാമൃതത്തിലേക്ക് വരാം. പ്രവാചകൻ പറയുകയാണ്, നിന്റെ രക്ഷകൻ ഞാനാണ്, നിന്റെ രക്ഷ എന്നിലൂടെ മാത്രമാണ്. എന്നിൽ നീ നിന്റെ വിശ്വാസം അർപ്പിച്ചില്ല എങ്കിൽ നീ നരകത്തിലേക്ക് പോകും. മറ്റൊരു പ്രവാചകൻ പറയുകയാണ്, ലോകത്ത് ഞാൻ മാത്രമാണ് ദൈവം, നീ എന്നെ മാത്രം പ്രാർത്ഥിക്കണം, മറ്റാരെയും പ്രാർത്ഥിക്കരുത്. മാത്രമല്ല, മറ്റ് ആരെയെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവര് നിനക്ക് കൊന്നൊടുക്കാം. അവരുടെ മക്കളെയും സഹോദരിയെയും ഭാര്യയെയും നിനക്ക് അടിമയാക്കാം. അടിമയാക്കി കഴിഞ്ഞാലോ നിനക്ക് സ്വർഗത്ത് വരുമ്പോൾ അവിടെ മദ്യപ്പുഴയുണ്ട്. ആ മദ്യപ്പുഴയില് അനേകം സുന്ദരിമാരുണ്ട്, അവരോടൊത്ത് ജീവിക്കാം. ഇത് കേൾക്കുമ്പോഴാണ് കൃഷ്ണന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. കൃഷ്ണൻ എന്താണ് അർജുനനോട് പറഞ്ഞത്? അല്ലയോ പാർത്ഥ, അവിടെ ശ്രദ്ധിക്കുക, പാർത്ഥ എന്നാണ് വിളിച്ചത്. അർജുനൻ
വൃദ്ധയുടെ മകനാണ്. നമ്മൾ എപ്പോഴും അങ്ങനെയാ, അമ്മയുടെ പേര് ചേർത്ത് വിളിക്കുമ്പോ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം കിട്ടും. അല്ലയോ പാർത്ഥ, എപ്പോൾ നീ നിന്റെ കർമ്മമാണ് ചെയ്യേണ്ടത്. ആ കർമ്മമാണ് ശ്രേഷ്ഠം. ഞാൻ പരമാത്മാവ്, നീ ജീവാത്മാവുമാണ്. ഞാൻ പറയുന്നത് കേട്ട് ആത്മാവിലേക്ക് ലയിക്കുക, കർമ്മം ചെയ്യുക, ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക. അതാണ് നിന്റെ കർത്തവ്യം. ഈ കർമ്മം ചെയ്തില്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കും? ഇല്ല, ഒന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കർമ്മം ചെയ്തില്ലെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കും? നിനക്കൊന്നും സംഭവിക്കില്ല. നീയും എന്നിലേക്ക് വന്നു ചേരും. ഭീഷണിയില്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്യുക, നിനക്ക് വേണമെങ്കിൽ വിശ്വസിക്കുക, നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നീ ചെയ്താലും എന്നിൽ തന്നെ വന്നു ചേരും, നീ ചെയ്തില്ലേലും എന്നിൽ തന്നെ വന്നു ചേരും. അങ്ങനെ ഒരു ഗീതാമൃതമാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. ആ ഗീതാമൃതത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? സർവ ഉപനിഷത്തോ ഗാവോ, എല്ലാ ഉപനിഷത്തുകളെയും പശുക്കളാക്കിക്കൊണ്ട് ദുക്ത ഗോപാലനന്ദന, അതിൽ നിന്ന് ദുക്തം ചെയ്യുക എന്ന് വെച്ചാൽ കറക്കുന്നത് ആരാണ്? ഗോപാലന്റെ നന്ദനൻ, അതായത് ശ്രീകൃഷ്ണൻ തന്നെ. അപ്പോ ഉപനിഷത്തുകളുള്ള അറിവ് നമ്മിലേക്ക് തരുന്നത് ആരാണ്? സാക്ഷാൽ കൃഷ്ണനാണ്. ദുക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ്, ആരാണ്? വത്സ്, കിടാവ് വേണം, അതൊന്ന് ചെലുത്തണമെങ്കിൽ അത് പാർത്ഥനാണ്. സുധീർ ഭോക്ത, അത് മുത്തിക്കുന്നവൻ, അത് കഴിക്കുന്നവൻ സുധീരായി തീരും. സുധീർ എന്താണ്? നല്ല ധീരതയും നല്ല ബുദ്ധിയുള്ളവനുമായി തീരും. ദുക്തം ഗീതാമൃതം. ആ ഗീതാമൃതത്തിന്റെ ആദ്യ തുടക്കം ഇങ്ങനെയാണ്. ഞാൻ ആധുനിക കാലത്ത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ പേര് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പേര് ഒന്നുകൂടെ ഞാനിവിടെ പറയുന്നില്ല. ഇതേപോലെ തന്നെ പ്രാചീന കഥാപാത്രങ്ങളിൽ ഞാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരും, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്, കൂടുതൽ ആൾക്കാരും പറയുന്നത് ഭീഷ്മ പിതാമകനായ എന്നാണ്. പക്ഷെ ഞാൻ ആ വ്യക്തിയെ പറയുന്നത് ഭീഷ്മർ എന്ന് മാത്രമേ പറയൂ. അതിനൊരു കാര്യമുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു കർത്തവ്യമുണ്ട്. ആ കർത്തവ്യം ഇതാണ്: എപ്പോഴാണോ രാജ്യത്തിന് നമുക്ക് ആവശ്യം, അപ്പൊ രാജ്യത്തിന് നമ്മെ അർപ്പിക്കാം. ഇവിടെ ഭീഷ്മർ എന്താണ് ചെയ്യുന്നത്? ഒരു വാക്ക്, ഞാൻ വിവാഹം കഴിക്കില്ല, എനിക്ക് രാജ്യഭാരം വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞിട്ട് താൻ പറഞ്ഞ വാക്കാണ് ഏറ്റവും വലുത്, ഇതിനേക്കാൾ അപ്പുറത്തൊരു വാക്കില്ല. ആ വാക്കിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഒരു മഹത്തായ രാജ്യം ചിന്ന ഭിന്നമായി പോകുന്നത്, യുദ്ധത്തിൽ ജനങ്ങൾ മരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ആ വ്യക്തി അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരുന്നു മരിക്കുന്നത് വരെ. അത്തരത്തിലുള്ള ആ മഹാഭാരത യുദ്ധം നടക്കുന്ന 10ാമത്തെ ദിവസം ഭീഷ്മർ വീഴുകയാണ്. ഭീഷ്മർ വീണപ്പോ അതിന് തൊട്ട് മുന്നേ വ്യാസ ഭഗവാൻ വന്ന് ധൃതരാഷ്ട്രനോട് ചോദിച്ചു, ഞാൻ അങ്ങേക്ക് ഒരു ദിവ്യദശി തരാം, എല്ലാ യുദ്ധവും കാണണം. ധൃതരാഷ്ട്രൻ എന്ന കഥാപാത്രത്തെ നമ്മൾ ജീവിതത്തിൽ ഓർമ്മിക്കണം. ഗാന്ധാരിയെയും ജീവിതത്തിൽ ഓർമ്മിക്കണം. അവരിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഇന്നത്തെ അധ്യാപകർക്ക് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എന്താണ് പാഠം? അവർക്ക് കാഴ്ചയില്ല. ഗാന്ധാരി പിന്നീടാണ് കണ്ണ് കെട്ടിവെക്കുന്നത്. എന്ന് വെച്ചാൽ ആ കാഴ്ചയില്ല, അവിടെ കാഴ്ചയുണ്ടോ ഇല്ലേ എന്നല്ല. ധൃതരാഷ്ട്രൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, തന്റെ മക്കൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും കണ്ടില്ല 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 എന്ന് നടിച്ചുകൊണ്ടിരുന്നു. അവിടെയാണ് ഈ 101 ആൾക്കാരും എന്തായി തീർന്നത്? ദുഷ്ടന്മാരായി തീരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഗാന്ധാരിയും അത് തന്നെ ചെയ്തു. അച്ഛൻ കണ്ടില്ല എന്ന് നടിച്ചപ്പോഴത്തേക്കും അമ്മ ഉള്ള കാഴ്ച വെച്ച് മക്കളെ നേരെയാക്കണമായിരുന്നു. പക്ഷെ ഗാന്ധാരി അത് ചെയ്തില്ല. ഇന്നത്തെ അധ്യാപകരും അതല്ലേ ചെയ്യുന്നത്. കുട്ടികൾ തെറ്റ് ചെയ്താൽ
രാഷ്ട്രീയക്കാരെ പേടിച്ച് ഒന്നും പറയാറില്ല, കുട്ടികളെ ഒന്നും പറയാറില്ല. സമൂഹം വളരെ ദുരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും എന്താണ് നടക്കുന്നു എന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മക്കളെ അങ്ങോട്ട് അയക്കാൻ നമ്മൾ തയ്യാറാവില്ല. ആ രീതിയിൽ നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. എന്താണ് ഇങ്ങനെ മാറാൻ കാര്യം? ഇവിടെയുള്ള ഓരോ അച്ഛനും ഓരോ അമ്മയും ഗാന്ധാരിയായിക്കൊണ്ടിരിക്കുകയാണ്, ധൃതരാഷ്ട്രരായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സമൂഹം ഒന്ന് ഓർക്കണം. അപ്പൊ ബാക്കിയുടെ പറയാം. ഇങ്ങനെ 10ാമത്തെ ദിവസം ഈ ഭീഷ്മൻ വീണപ്പോഴത്തേക്കും സഞ്ജയൻ നേരെ നമ്മുടെ ധൃതരാഷ്ട്രത്തിലേക്ക് വരികയാണ്. ധൃതരാഷ്ട്രത്തിലേക്ക് അടുത്തേക്ക് വന്നിട്ട് ഈ യുദ്ധം എന്തായി ധൃതരാഷ്ട്രർക്കും അറിയാനൊരു മോഹം തോന്നി തുടങ്ങി. അവിടെ ധൃതരാഷ്ട്രർ ഒരേ ഒരു ശ്ലോകം, 700 701 ശ്ലോകമുള്ള ഈ ഭഗവത്ഗീതയിലെ ഒരൊറ്റ ശ്ലോകം ചോദിക്കുകയാണ്. ആ ഒറ്റ ശ്ലോകത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതിൽ മാമക എന്ന അർത്ഥമാണ്. ശ്ലോകം ഞാൻ പറയുന്നുണ്ട്. മാമക എന്ന വാക്കിന്റെ അർത്ഥം എന്റെ നാണ്, എന്റെ നാണ്, എന്റെ നാണ്. എന്താണ് ആ ശ്ലോകം? ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സമവേദ യുയുസ്തവ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. അവിടെ ധർമ്മ എന്നാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. അവസാനം മമ എന്നാണ് അവസാനിക്കുന്നത്. മമ എന്ന് വെച്ചാൽ എന്റെ, ധർമ്മ എന്ന് വെച്ചാൽ ധർമ്മം, എന്റെ ധർമ്മം. അപ്പൊ ഭഗവത്ഗീതയുടെ തുടക്കവും ഒടുക്കവും എന്റെ ധർമ്മം എന്നാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ഗീതം കേട്ടല്ലോ, ലോകത്തിലെ സർവശ്രേഷ്ഠമായ ഒരു ഗീതമാണ് നമ്മൾ കുറച്ചു നേരത്തെ ദൈവദേശം കണ്ട. അത് ദൈവമേ സുഖം, ദൈവമേ സുഖം. അതാണ് ആ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ എന്റെ ധർമ്മം എന്നാണ് ഭഗവത്ഗീത. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തില് യുദ്ധോത്സുകരായി കൂടിച്ചേർന്ന ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുസ്തവ മാമക, എന്റെയും പാണ്ഡവാശൈവ, പാണ്ഡവരുടെയും എന്റെയും പാണ്ഡുവിന്റെയും. അവിടെ ശ്രദ്ധിക്കുക, മക്കൾക്ക് അവിടെ വേർതിരിവ് വന്നു. എന്റെ മക്കൾ പാണ്ഡവന്റെ മക്കൾ, ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്. എന്റെ എന്റെ ഈ എന്റെ 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 എന്നുള്ള പറച്ചിലാണ് ഈ നമ്മുടെ ധൃതരാഷ്ട്രന്റെ മക്കളെ ഇല്ലാതാക്കി കളഞ്ഞു. നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടേതാണ്. പക്ഷേ അവരൊരു കുഞ്ഞു തെറ്റ് കാണിക്കുമ്പോൾ അത് പറയാനുള്ള ധൈര്യം വേണം. നമ്മളുടെ കുട്ടി തെറ്റ് കാണിക്കുമ്പോൾ, അമ്മ ശാസിക്കുമ്പോൾ, അമ്മുമ്മ ഇടപെടുകയാണെങ്കിൽ അമ്മുമ്മയോട് പിന്നീട് സ്നേഹമായിട്ട് പറയുക, അമ്മ ഇക്കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ വളർത്തണം. മാമക പാണ്ഡവ ചൈവ കിമ അകുർവത സഞ്ജയ. അവർ അവിടെ എന്താണ് സഞ്ജയ ചെയ്യുന്നത് എന്നാണ് അതിന്റെ തുടക്കം. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യം, എന്റെ എന്നുള്ള ചിന്ത, ഞങ്ങളുടെ എന്നുള്ള ചിന്ത, അതൊന്ന് മാറ്റിവെക്കണം. ഒപ്പം എന്റെ നാട്ടുകാർ എന്നെ നേരത്തെ എങ്ങനെയാണോ കരുതിയിരുന്നത് അതേപോലെ ഒരു പഴയ കയ്യിലേക്ക് എടുത്ത് ആന്റി ഞാൻ ഇനി ഇവിടെ കാണും, അപ്പോഴും തന്നെ ബഹുമാനിച്ചു കളയരുത്. മറ്റൊരു കാര്യത്തിന്റെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്, അനേകം പരിചയക്കാരുണ്ട്. ഇനി എന്നെ കാണുമ്പോ ഇങ്ങനെ തൊഴുതൊന്നും കളയരുത്. ഞാനൊരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. കാരണം എന്റെ ദാരിദ്ര്യം മാറ്റിയ ഒരു അക്ഷരങ്ങളാണ് എന്റെ ആഹാരം. ഞാൻ വളരെ എന്റെ പൂർവ്വകാലമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഞാൻ പണ്ട് താമസിച്ചിരുന്ന ഒരു വീടൊരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമായിരുന്നു. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലായോ? പുറത്തിറങ്ങണ്ട, മഴ പെയ്താൽ മഴ അകത്ത് കിട്ടും, മഞ്ഞാണെങ്കിൽ മഞ്ഞ് അകത്ത് കിട്ടും. എന്റെ മക്കളൂടെ കേൾക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. വെയിലാണെങ്കിൽ വെയിലും അകത്ത് കിട്ടും. സമയത്തിന് ഓരോന്നും കെട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ. അങ്ങനത്തെ ഒരു വീടിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു വീടിൽ നിന്നും ഞാൻ ഇതിൽ എത്തിച്ചേരുന്നത് അക്ഷരങ്ങളാണ്.
അക്ഷരങ്ങൾ അഗ്നിയാണ്. ആ അക്ഷരങ്ങളാണ് എന്നെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെയും എന്നെ എത്തിച്ചത് അക്ഷരങ്ങളാണ്. ഇനി ഇവിടെ ഒരു ഭക്ത അഭ്യർത്ഥിച്ചതുപോലെ, അഭ്യർത്ഥനയല്ല, ആവശ്യമായിട്ടാണ് ഞാൻ അത് കണക്കാക്കുന്നത്. അവർ ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ്. ഗുരുദേവന്റെ ഗുരുപദം പൂർത്തിയാക്കണം. ആ ഗുരുപദം പൂർത്തിയാക്കണമെങ്കിൽ ഇനി എനിക്ക് തോന്നുന്നു 6 എപ്പിസോഡ് കൂടെ വരും. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. എന്നെ തൊട്ട് എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ക്ഷേത്രങ്ങളിൽ ഒരു മതപ്രഭാഷണത്തിന് പോലും വിളിക്കാതിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് എന്നിലെന്തോ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച അവധൂത് ഗുരുപ്രസാദ്ജിയോട് എന്നും കടപ്പാടുണ്ടായിരിക്കും. ഒപ്പം 825 SNDP ശാഖ ഭാരവാഹികളോട്, അതിലെ വനിതകളോടും പുരുഷന്മാരോടും എല്ലാവരോടും, പ്രത്യേകിച്ച് വനിതകളോടാണ്. അതിന് കാരണം പറഞ്ഞുതരാം. അവിടെ വെച്ച് ഒരു ക്ലാസ് തുടങ്ങുകയുണ്ടായി. ആ ക്ലാസ് ആണ് പിന്നീട് ഗുരുപദമായിട്ട് വരാനുണ്ടാകും. ആ ക്ലാസ് നടക്കുമ്പോഴത്തേക്കും അവധൂതിനെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ അല്ലെ, അത് ന്യൂസിലാൻഡിലായിപ്പോയി. അതിൽ അവസാനം 1-2 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഈ വനിതാ സംഘത്തിന് വേണ്ടിയാണ് ചോദ്യം കൊടുക്കുന്നത്. പക്ഷെ ആദ്യം 1-2 വനിതകൾ ഉത്തരം പറഞ്ഞു. ആദ്യം മുതൽ തന്നെ അതിലെ എല്ലാ ചോദ്യങ്ങൾക്കും അവധൂതി ഉത്തരം നൽകിക്കൊണ്ടേയിരുന്നു. പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഗുരുജി, ഞാൻ എന്ത് എന്നോട് പറഞ്ഞാലും എനിക്ക് സമയമില്ല എന്ന് പറയാറുണ്ടല്ലോ, അങ്ങേക്ക് എവിടെ നിന്നാണ് ഇതിനൊക്കെ ന്യൂസിലൻഡിലായിരുന്നപ്പോഴും സമയം കിട്ടുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, അതൊക്കെ എനിക്ക് കിട്ടും, സമയം നമ്മൾ ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്നതാണ് എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും എന്റെ SNDP ശാഖയിൽ ഞാൻ മുമ്പ് മെമ്പറായിരുന്നിട്ടുള്ള ആനുവൽ റെസിഡൻസ് അസോസിയേഷൻ എല്ലാവർക്കും, എന്റെ നാട്ടുകാരുടെ മുന്നിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കൂപ്പ് കൈയോടുകൂടി നിർത്തുന്നു. ഒരു കുഞ്ഞു കാര്യം ഇവിടെ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തപ്പോൾ ഒരു PhD കാര്യം പറയുകയുണ്ടായി. ഞാൻ ആ PhD പൂർത്തീകരിക്കാത്തതിന് കാരണം ഇപ്പോഴും ആ PhD എന്റെ വീട്ടിലിരിപ്പുണ്ട്. ആ ഗൈഡും ഞാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. ഞാൻ എന്ത് കാര്യം പറയുമ്പോഴും എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ ഞാൻ എന്റെ പ്രസംഗത്തിലോ എവിടെ പറഞ്ഞാലും ഞാൻ എന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഒരിക്കലും പറയാറില്ല. പക്ഷേ ഞാൻ കൊടുത്ത ആ രാമകഥയെ ആ ഗൈഡിന് കുറച്ച് രാഷ്ട്രീയം കൂടെ കലർത്തണം. അപ്പോഴത്തേക്കും അത് എന്റേതല്ലാതായി തീരും. അതുകൊണ്ട് എനിക്കത് വേണ്ട, ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ഗൈഡിന്റെ മുന്നിലെടുത്ത് വെച്ചിട്ട് സലാം പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഗൈഡിന്റെ അവസാന കാലഘട്ടത്തിൽ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവർക്കത് പശ്ചാത്താപം കൊണ്ടേയിരിക്കാം. എന്തായാലും ഞാൻ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത അത് തന്നെയാണ്. ഞാൻ പോയില്ല, കണ്ടില്ല. ഒരു ഗുരുനാഥനെ കാണാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അതിലിപ്പോഴും ഞാൻ ഖേദിക്കുന്നുണ്ട്. പക്ഷേ അവര് കൂടെ ഉള്ളവരുടെയൊക്കെ പറഞ്ഞിരിച്ചു, ഇല്ല, ഞാനത് പോകാൻ എന്റെ മനസ്സനുവദിച്ചില്ല. എന്റെ ഒരു PhD ആണ് അവരുടെ രാഷ്ട്രീയ ബോധം നശിപ്പിച്ചത്. അവൻ എനിക്ക് കാണേണ്ട കാര്യമില്ല. അങ്ങനെ PhD എന്റെ വീട്ടിലിരുന്ന് കൊടിയിരിച്ചിരിപ്പുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.